പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുലരി കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. ഓരോ പുലരിയും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. നിദ്രയിലായിരുന്ന നമ്മെ അനന്തമായ സ്നേഹത്തോടെ കരുതലോടെ പിതാവായ ദൈവം ഈ പുതുദിനത്തിലേക്ക് വിളിച്ചുണർത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വച്ചിട്ടാണ് പിതാവായ ദൈവം ഈ ദിനത്തിലേക്ക് നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്. ആ നല്ല ദൈവത്തിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തെ നമുക്കൊന്നു ചേർന്ന് ദൈവമായ കർത്താവിന് നന്ദി അർപ്പിക്കാം. അവിടുത്തെ പരിശുദ്ധ നാമത്തെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി, അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. രാപകൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിന ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ നമുക്ക് ഒരുക്കാം. ഒരുക്കപ്പെട്ട പാകപ്പെട്ട ഹൃദയ നിലങ്ങളിലേക്ക് വചനവിത്തുകൾ വന്നു വീഴുമ്പോഴാണ് ആ വചനവിത്തുകൾ യഥാവിധി വളരുകയും ഫലം ചൂടുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകുക. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ നിമിഷ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന തിരുവചനങ്ങൾക്കായി പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ നീ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പാകപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി ജന്മന അംഗവൈകല്യങ്ങളാൽ ജനിക്കുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ
ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് ഇതിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ഈശോ നൽകുന്നത്. പ്രാർത്ഥനാപൂർവവും തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ചൊരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കരമാർഗം അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരം വൈകി തുടങ്ങിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിലിരിക്കാൻ കൽപ്പിച്ച ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരായിരുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷ വചനങ്ങൾ കേട്ടത്. ഈ വചനഭാഗത്ത് ഈശോ 5000-ൽ പരുന്ന പുരുഷാരത്തെ തീറ്റിപ്പോറ്റുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ വിസ്മയനീയമായ ഒരു അത്ഭുതമാണ് കർത്താവ് തൻ്റെ വചനം കേൾക്കാൻ തന്നെ സമീപത്ത് തടിച്ചുകൂടിയ ആ ജനത്തിനു വേണ്ടി ചെയ്യുക. കർത്താവ് കടൽ കടന്ന് വിജനപ്രദേശത്തേക്ക് വരുമ്പോൾ യേശു അവിടേക്ക് വരുമെന്നറിഞ്ഞ് കരമാർഗം ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ കാത്ത് തമ്പടിച്ച് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ വലിയ ദാഹത്തോടെയാണ് ഈശോയെ കേൾക്കാൻ ആ ജനം യേശുവിൻ്റെ സമീപത്ത് ഒരുമിച്ച് ചേരുക. വിശപ്പ് എന്തെന്നറിയാതെ അവർ കർത്താവിനെ തേടി തിരഞ്ഞ് അവനെ സമീപിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ വചനം പറയുകയാണ്, ഈശോയ്ക്ക് അവരോട് സഹതാപം തോന്നി. അവർക്ക് എത്ര കണ്ട് തമ്പുരാൻ്റെ കൃപകൾ ആവശ്യമായിരിക്കുന്നു എന്ന് ഈശോ തിരിച്ചറിയുകയാണ്. വചനം പറയുകയാണ്, കർത്താവ് അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തി. ഒരുപാട് രോഗികളെ തീർച്ചയായും കർത്താവിൻ്റെ അരികിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് സഹതാപം തോന്നി. ആ രോഗികളെ മുഴുവൻ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. പിന്നീട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിച്ചും രോഗികളെ സുഖപ്പെടുത്തിയെല്ലാം വൈകുന്നേരമാകുമ്പോഴാണ് ശിഷ്യന്മാർ വന്ന് ഈശോയോട് പറയുക, കർത്താവ് സായാഹ്നമായിരിക്കുന്നു, ഇതൊരു വിജന പ്രദേശമാണ്, ഭക്ഷിക്കാൻ ഒന്നും ഇവിടെ കിട്ടില്ല. അവിടെ ഈ ജനത്തെ തങ്ങളുടെ ഗ്രാമങ്ങളിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് സംഘടിപ്പിക്കാനായിട്ട് നീ പറഞ്ഞു അയക്കുക. അപ്പോൾ ഈശോ ഉടനെ തന്നെ ശിഷ്യന്മാർക്ക് ഇങ്ങനെയാണ് മറുപടി കൊടുക്കുക, അവരെ പറഞ്ഞയക്കേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. ഒരിക്കലും അവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യം കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അപ്പോൾ ശിഷ്യന്മാർ വലിയ സങ്കടത്തോടെ കർത്താവിനോട് പറയണം, കർത്താവേ, ആകെ 5 അപ്പവും 2 മത്സ്യമുള്ള മത്സ്യമേ ഇവിടെ നമ്മുടെ പക്കലുള്ളൂ, ഇവിടെ അന്വേഷിച്ചിട്ട് അത് മാത്രമേ കിട്ടാനുള്ളൂ. കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ 5 അപ്പവും 2 മത്സ്യവും ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, എൻ്റെ അടുത്ത് കൊണ്ടുവരിക. വളരെ പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്ന വചനങ്ങളാണ് കർത്താവ് ഇതിലൂടെ എല്ലാം നമുക്ക് നൽകുക. ആ 5 അപ്പവും 2 മീനും നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഈശോ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ കൊണ്ടുപോയി വിളമ്പുവിൻ. 5 അപ്പവും 2 മീനേ ഉള്ളൂ. പക്ഷെ വിശ്വാസത്തോടെ തൻ്റെ പിതാവിൻ്റെ പരിപാലനത്തിലുള്ള ആശ്രയ മനോഭാവത്തോടെ ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ കൊണ്ടുപോയി വിളമ്പുവിൻ.
അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിളമ്പുകയാണ്. പ്രിയമുള്ളവരെ, വിളമ്പിയിട്ട് തീരാത്ത മഹാത്ഭുതം കർത്താവ് ആ ജനത്തിനു വേണ്ടി ഈശോ പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഒരുപാട് ആത്മീയ ബോധ്യങ്ങളിലേക്ക്, ഉൾക്കാഴ്ചകളിലേക്ക് നയിക്കേണ്ട വചനമാണിത്. നിൻ്റെ പക്കൽ എന്തുണ്ട് അത് ഇവിടെ കൊണ്ടുവരിക, എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്നാണ് ക്രിസ്തു പറയുക. നമ്മുടെ ജീവിതത്തിന് വലിയ ആവശ്യങ്ങളിലേക്ക് നോക്കി, കർത്താവ് എൻ്റെ പക്കലൊന്നുമില്ലല്ലോ, മകളെ കെട്ടിച്ചയക്കാൻ കർത്താവെ ബാങ്കിൽ ഒന്നും കാര്യമായിട്ടില്ല, ഉള്ളതുകൊണ്ട് എന്താകാനാണ് എന്ന് നമ്മൾ ആവലാതിപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിൻ്റെ പക്കലുള്ളത് നീ എൻ്റെ അരികിൽ കൊണ്ടുവരിക, ഞാൻ ചെയ്തു തരാം നിനക്ക് വേണ്ടി എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ദിവ്യസ്വരം കേൾക്കാൻ നമുക്ക് ആയാൽ ജീവിതം അനുഗ്രഹമാകും. പലപ്പോഴും പ്രിയമുള്ളവരെ, ഈ വലിയ പ്രത്യാശയിൽ യേശുവിലേക്ക് നോക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉത്കണ്ഠയ്ക്ക്, ആകുലതയ്ക്ക് ഒക്കെ അടിമപ്പെട്ട് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും സന്തോഷരഹിതമായി തീരുക. കർത്താവിൻ്റെ പക്കലേക്ക് നിൻ്റെ പക്കൽ എന്തുണ്ടോ അത് കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോഴാണ് ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുക. കർത്താവ്, എൻ്റെ പക്കൽ ഇതേ ഉള്ളൂ, പക്ഷേ എൻ്റെ മകളുടെ വിവാഹം നീ നടത്തി തരണം. കർത്താവ്, എൻ്റെ പക്കൽ ഇതേ ഉള്ളൂ, എനിക്കൊരു ഭവനം നീ പണിത് തരണം എന്ന് കർത്താവിൻ്റെ പക്കൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പറയുന്നിടത്ത് കർത്താവ് നമുക്ക് വേണ്ടത് അത്ഭുതകരമാം വിധം തൻ്റെ പരിപാലന വൈഭവത്തിൽ കർത്താവ് ചെയ്തു തരും. പ്രിയമുള്ളവരെ, ഇതാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം. കർത്താവ് തൻ്റെ ദൈവം, നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈ അത്ഭുതത്തിലൂടെ. ശിഷ്യന്മാർ ആദ്യം ആവലാതിപ്പെടുകയാണ്, കർത്താവെ 5 അപ്പവും 2 മീനേ ഉള്ളൂ, 5000-ലേറെ പുരുഷന്മാരുണ്ട്, പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, എല്ലാവരും കൂട്ടിയാൽ ഇതൊന്നും 10,000-ന് മേക്കുപോകും. നമ്മൾ എന്ത് ചെയ്യാനാണ്? എങ്ങനെ ഇവരെ തൃപ്തിപ്പെടുത്താനാണ്? ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്താകും ഇവർക്ക് എന്ന് ആവലാതിപ്പെടുന്ന ശിഷ്യന്മാരുടെ സകല ഉത്കണ്ഠകളെയും ആവലാതികളെയും കാറ്റിൽ പറത്തിയിട്ടാണ് ക്രിസ്തു ഈ അത്ഭുതം ചെയ്യുന്നത്. പ്രിയമുള്ളവർ, ഇവനാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിനെ, ഈ ദൈവത്തെ തിരിച്ചറിയുകയാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം. ഇനിയും ഈ ക്രിസ്തുവിനെ, ദൈവത്തെ തിരിച്ചറിയുകയാണ് ജീവിതത്തിൽ ദുഃഖിച്ചോ, ഭാരപ്പെട്ടോ, നിരാശപ്പെട്ടോ, വേദനിച്ചോ, സങ്കടപ്പെട്ടോ ഞാനും നിങ്ങളോ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അതീതമാം വിധം വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം. ഇതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക, കർത്താവ് എത്ര നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുക. സ്വജീവിതങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് നമ്മൾ ആ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് അവന് വേണ്ടി ജീവിക്കാൻ, അവന് വേണ്ടി ആയിരിക്കാൻ, അവനിൽ എപ്പോഴും പ്രത്യാശ അർപ്പിക്കാൻ കഴിവുള്ളവരായി നമ്മൾ ഓരോരുത്തരും തീരുക. നമ്മുടെ ജീവിതത്തിൻ്റെ പല പല ജീവിത സാഹചര്യങ്ങൾ, ഇതുപോലുള്ള ആവശ്യങ്ങളിൽ, മുട്ടുപാടുകളിൽ നമ്മളായിരിക്കുമ്പോൾ വിശ്വാസം അത് പ്രായോഗികമാക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ അരികിൽ ഉള്ളത് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കർത്താവിനോട് പറയണം, എൻ്റെ പക്കൽ കർത്താവ് എൻ്റെ കൈകളിൽ ഈശോ ഇതേ ഉള്ളൂ, പക്ഷെ എൻ്റെ ആവശ്യം ഇതാണ്, നീ നടത്തിത്തരണം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, 5000-ൽ പരം വരുന്ന ജനക്കൂട്ടത്തിന് 5 അപ്പത്തിൽ നിന്ന് 2 മത്സ്യത്തിൽ നിന്ന് ആവോളം ഭക്ഷണം വയറ് നിറയെ കൊടുത്തിട്ട് ബാക്കി 12 കൊട്ട ബാക്കി വരുവാൻ ഇടവരുത്തിയ നല്ലവനായ ഈശോ നമ്മുടെയും ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ഈ അത്ഭുതം ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഈ കാലഘട്ടത്തിലും തൻ്റെ ഈ വലിയ മഹത്വം വെളിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, എത്രയോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇത് പറയാൻ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ വീട് പണി തുടങ്ങി, കയ്യിൽ ഇത്രയേ ഉണ്ടായുള്ളൂ, വെഞ്ചിരിപ്പിൻ്റെ സമയമാകുമ്പോൾ അവർ പറയും, അച്ഛാ ഇതെങ്ങനെ നടന്നു, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, നിസ്സാരമായ പൈസ വെച്ചാണ് വീട് പണി ആരംഭിച്ചത്, അങ്ങ് വിശ്വസിച്ചു, കർത്താവ് കരുതും, കർത്താവ് സഹായിക്കും എന്ന വിശ്വാസത്തിലാണ് ഇറങ്ങി തിരിച്ചത്. പലരായിട്ട് സഹായിച്ചു, പലരായിട്ട് കടം തന്നു, ചിലർ പറഞ്ഞു നിനക്ക് ഉണ്ടാകുമ്പോൾ നീ തന്നാൽ മതി എന്ന് പറഞ്ഞ് പൈസ ഏൽപ്പിച്ചവരുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമാണ് ഇത് ഇടവരുത്തുന്നത്. കേവലം മനുഷ്യരുടെ തീരുമാനങ്ങളല്ല ഇത്. ഇതിൻ്റെ പുറകിൽ അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്.
ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ആവശ്യത്തിന് മുമ്പിൽ ദൈവം ഇതുപോലെ അനേകർക്ക് സൽപ്രേരണകൾ നൽകും, പ്രചോദനങ്ങൾ നൽകും. ദൈവം അവരോട് പറയും, ദേ ഇവനെൻ്റെ മകനാ, ഇവനെൻ്റെ മകളാ, നിൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് ഇവൻ്റെ ആവശ്യത്തിന് നീ കുറച്ചെങ്കിലും കൊടുക്കണം എന്ന് കർത്താവ് അവരോട് കൽപ്പിക്കും. പ്രിയമുള്ളവരെ, അവർക്കൊരിക്കലും തരാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഒരു ബാലൻ്റെ കയ്യിലുണ്ടായ 5 അപ്പവും 2 മീനും. ആ ബാലന് വേണമെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്നതാ, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നയച്ചതാ, ഇതെനിക്കുള്ളത് എൻ്റെ ഭക്ഷണമാണ്, ആഹാരമാണ്, ഇത് ഞാൻ ആർക്കും തരികയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രിയമുള്ളവർ, ഈ അത്ഭുതം ഉണ്ടാകുമോ? ഈ 5000 പേരുടെ വിശപ്പ് മാറുമായിരുന്നോ? ഒരിക്കലും മാറുമായിരുന്നില്ല. എന്നാൽ ആ ബാലൻ തൻ്റെ പക്കൽ തൻ്റെ അമ്മ തനിക്ക് കഴിക്കാൻ കൊടുത്ത് അയച്ച ആ 5 അപ്പവും 2 മീനും അത് ആ സമൂഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോഴാണ്, യേശുവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചപ്പോഴാണ് പ്രിയമുള്ളവരെ അത് അത്ഭുതമായി മാറുക. നമ്മുടെ വിശ്വാസ ജീവിത വഴികളിൽ പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചറിയാം, നിൻ്റെ പക്കൽ എന്തുണ്ട് അതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഒരുക്കമാണെങ്കിൽ, തയ്യാറാണെങ്കിൽ, തീർച്ചയാണ് ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തൻ്റെ മഹത്വവും തൻ്റെ കരുതലും തൻ്റെ കരുണയും വെളിപ്പെടുത്തുന്ന മനോഹരമായ അനുഭവം ഉണ്ടാകും. തമ്പുരാൻ്റെ പക്കലേക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതകാര്യങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഇല്ലായ്മകളെ സമർപ്പിച്ചുകൊണ്ട് തമ്പുരാനോട് പറയും, കർത്താവേ എൻ്റെ പക്കലുള്ളത് ഇതാണ്, എന്നാൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവേ, നീ ഇത് ഏറ്റെടുത്ത് എൻ്റെ ഈ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കി തരണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സർവശക്തമായ കരങ്ങളെ കാണാൻ തക്ക വിധം ദൈവമേ, വിശ്വാസത്തിൻ്റെ കൃപ കൊണ്ട്, ആ വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ലവരായ ദൈവമേ, നീ എത്ര വലിയവനെന്ന് തിരുവചനങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവെ, ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും മുട്ടുപാടുകളിലും അധ്വാനങ്ങളിലും കഷ്ടപ്പാടുകളിലൂടെ എല്ലാം ഞങ്ങൾ കടന്നു പോകുമ്പോൾ തമ്പുരാനെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ നിൻ്റെ പക്കലേക്ക് കടന്നു വന്ന് അനുഗ്രഹീതരാകുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ, അനുഗ്രഹം നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നല്ല ദൈവമേ, പ്രാർത്ഥനാ നിമിഷങ്ങളിൽ കർത്താവെ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേക ആയിരങ്ങളെ നിൻ്റെ കരതാരിലേക്ക് കർത്താവെ ദാസൻ ചേർത്ത് വയ്ക്കുന്നു. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്, രോഗാവസ്ഥകളിൽ ആശുപത്രി ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാതെ ക്ലേശിക്കുന്നവരുണ്ട്, മക്കളെ വിവാഹപ്രായം എത്തിയിട്ട് മക്കളെ കെട്ടിച്ചയക്കാൻ എങ്ങനെ വഴി കാണുമെന്നോർത്ത് ആകുലപ്പെടുന്ന, ഉത്കണ്ഠപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. കർത്താവ് വിവാഹപ്രായം എത്തിയിട്ടും അനുയോജ്യരായൊരു പങ്കാളിയെ ലഭിക്കാതെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും കഴിയുന്ന യുവാക്കളുണ്ട്. കർത്താവെ, ഒരുപാട് പണം ചെലവ് ചെയ്ത് വിദ്യാഭ്യാസം നേടിയിട്ട് നല്ലൊരു ജോലി ലഭിക്കാതെ ഒരു വഴി കാണാൻ കഴിയാതെ ഉത്കണ്ഠപ്പെടുന്ന, നാളെയോർത്ത് ഉത്കണ്ഠപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്. കർത്താവെ, ഇങ്ങനെയുള്ള എല്ലാ മക്കളുടെ വേദനകളെ, അവരുടെ ആവശ്യങ്ങളെ, ദുഃഖങ്ങളെ എല്ലാം കർത്താവെ നിൻ്റെ അനുഗ്രഹകരങ്ങളിലേക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ പ്രത്യേകം ഓർക്കുന്നു. കടബാധ്യതയിൽ കഷ്ടപ്പെടുന്ന, നന്നായി ഉറങ്ങാൻ പോലും കഴിയാതെ അതിനെ ഓർത്ത് ആകുലപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. കടക്കണിയിൽ അകപ്പെട്ടവർ, അവരെല്ലാവരെയും നിൻ്റെ കരതാരിലേക്ക് ആണിപ്പാടുകളോട് പ്രത്യേകം ചേർത്ത് വയ്ക്കുന്നു. നല്ല ദൈവമേ, സ്വർഗത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ നിന്ന് നിൻ്റെ മക്കളിലേക്ക് നിൻ്റെ കരുണയുടെ കരം നീട്ടി അവരുടെ ജീവിതങ്ങളെ, നിയോഗങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആവശ്യങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും ഭാരങ്ങളിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ പ്രത്യേകം വലിയ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളൊന്നുയർന്ന് ഈ നിമിഷം തന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹാലലിയ, ഹാലലിയ, യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. കർത്താവെ, സ്വർഗം മുഴുവൻ്റെയും കരുണ, കൃപ,
ഞങ്ങളിലേക്ക്, എല്ലാ മക്കളിലേക്ക്, ജനകോടികളിലേക്കും അവിടുന്ന് ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ ഈശോയേ എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരേ എത്തിടുമ്പോൾ, എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരേ എത്തിടുമ്പോൾ, 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ ഈശോയേ എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ.
ഗ്രഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ഈ നിമിഷം വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് കത്തോലിക്ക തിരുസഭയോട്, തിരുസഭയെ കാലഘട്ടത്തിൽ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോട്, കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോട്, വിശ്വാസികളോട് എല്ലാവരോടും ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ദൈവമായ കർത്താവിങ്കിലേക്ക് നമുക്ക് ഉയർത്താം. നല്ല സ്വർഗത്തിന് നല്ലവനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ ഉറ്റുനോക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെ കെടുതികളിലായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ രീതിയിൽ അനുഭവങ്ങളിലൂടെ വേദനയോട് കടന്നു പോകുന്നവർ, എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ അനന്ത കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, പുണ്യശ്രീയുടെ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി മാറുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും നൊവേനകളിലും എല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങൾ പ്രേക്ഷിതുമൊക്കെ രാപകൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങൾ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുണയും കരുതലും വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അനുഗ്രഹ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.